എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഷഷ്ഠി വ്രതത്തെ പറ്റി അറിയാം. പലരും ഷഷ്ഠി ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷഷ്ഠി ദിവസം എന്തിനാണ് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്? അന്ന് സുബ്രഹ്മണ്യ സ്വാമിയെയാണോ പ്രാർത്ഥിക്കേണ്ടത്, അതോ ഷഷ്ഠി ദേവിയെ പ്രാർത്ഥിക്കണോ? ഇങ്ങനെയുള്ള സംശയം ധാരാളമായിട്ട് എല്ലാവർക്കുമുണ്ട്. ഷഷ്ഠി ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഷഷ്ഠി ദിവസമാണ് ഭഗവാൻ ശൂരപത്മാസുരനെ വധിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ശൂരപത്മാസുരനെ വധിക്കുന്ന സമയത്ത് ശൂരപത്മാസുരൻ തൻ്റെ മായയാൽ ശൂരപത്മാസുരനെയും മുരുകദേവനെയും അപ്രത്യക്ഷമാക്കി. അതിൻ്റെ ഫലമായിട്ട് കുറേ സമയത്തേക്ക് അമ്മ പാർവതീദേവിക്ക് തൻ്റെ പുത്രൻ എവിടെയാണ് എന്ന് അറിയാൻ സാധിക്കാതെ വന്നു. അത് തന്നെയല്ല, യുദ്ധമാണ് അമ്മയുടെ മനസ്സ് വല്ലാതെ ആശങ്കപ്പെട്ടുകൊണ്ട് ഇരുന്നു. അമ്മ മനസ്സല്ലേ, പുത്രൻ്റെ ശക്തിയെപ്പറ്റി പരാശക്തിയായ അമ്മയ്ക്ക് അറിയാം. എങ്കിലും മാതൃഹൃദയം വല്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്നു, ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ പുത്രന് വിജയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയായ പരാശക്തി പാർവതീദേവി ദേവന്മാരുമൊത്ത് 6 ദിവസത്തെ വ്രതം എടുത്തു എന്നും 6ാമത്തെ ദിവസമായ ഷഷ്ഠി ദിവസം അന്ന് ഭഗവാൻ ശൂരപത്മാസുരനെ വധിച്ചു എന്നുമാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മഹാസ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നതും 6 ദിവസത്തെയെങ്കിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ മാസവും നമ്മൾ ഷഷ്ഠി വ്രതം എടുക്കുന്നതും. ആ ഒരു പ്രത്യേകത മാത്രമേ ഷഷ്ഠിയുമായി ഭഗവാനുള്ളൂ. എന്നാൽ ഈ ഷഷ്ഠി ദിവസത്തിന് ഒരു ദേവതയുണ്ട്. ആ ദേവതയുടെ പേരാണ് ഷഷ്ഠി ദേവി. ഷഷ്ഠി ദേവിയുടെ പ്രത്യേകത കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമുള്ള ദേവിയാണ്. മക്കളില്ലാത്ത ആളുകൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും, അവർക്ക് ശ്രേഷ്ഠതയുണ്ടാകും. അതായത് കുട്ടികളോട് വലിയ സ്നേഹമുള്ള വാത്സല്യമുള്ള ദേവതയാണ് ഷഷ്ഠി ദേവി. കുട്ടികൾ അവരവർക്ക് വേണ്ടി ഷഷ്ഠി ദേവിയെ പ്രാർത്ഥിക്കാം. അതുകൂടാതെ അമ്മമാർക്കും അച്ഛന്മാർക്കും അവരുടെ മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ശ്രേഷ്ഠതയ്ക്കും വേണ്ടി ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിക്കാം. ഏതൊരു മാതാപിതാക്കളാണോ ഷഷ്ഠിവ്രതം എടുത്ത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ കുഞ്ഞുങ്ങളെല്ലാം നല്ല നിലയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഷഷ്ഠി ദേവി ആരാണ്, എന്താണ് ഈ ദേവിയുടെ പ്രത്യേകത, അത് നമുക്കൊന്ന് നോക്കാം. ദേവി ഭാഗവതത്തിലാണ് ഷഷ്ഠി ദേവിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ദേവി ഭാഗവതത്തിലെ 9ാം സ്കന്ധത്തിൽ ഷഷ്ഠി ദേവിയെ പറ്റി പറയുന്നുണ്ട്. നരനാരായണന്മാരിൽ നാരായണ മഹർഷി, അദ്ദേഹം നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ, അതായത് ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാരായണ മഹർഷിയോട് നാരദരാണ് ചോദിക്കുന്നത്, ഷഷ്ഠി ദേവിയെപ്പറ്റി പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പിതാവായ ധർമ്മൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്, ആ കാര്യം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ബ്രഹ്മദേവൻ്റെ മാനസപുത്രിയാണ് ഷഷ്ഠി ദേവി. മൂലപ്രകൃതിയായ സർവേശ്വരിയുടെ 1/6 കൊണ്ട് ബ്രഹ്മദേവൻ, 1/6 ശക്തി കൊണ്ട് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതാണ് ഷഷ്ഠി ദേവിയെ. എന്നിട്ട്
ഷഷ്ഠി ദേവിയുടെ പ്രത്യേകതകൾ, ആ ഒരു ചരിതം പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഭാഗവതം പറഞ്ഞ സമയത്ത് ധ്രുവചരിതം പറഞ്ഞിരുന്നു. ധ്രുവചരിതം പറഞ്ഞ സമയത്ത് സ്വയംഭൂമനുവിൻ്റെ സന്താനങ്ങളെപ്പറ്റി പറഞ്ഞു. സ്വയംഭൂമനുവിൻ്റെ പുത്രികളാണ് ആകൂതി, ദേവഹൂതി, പ്രസൂതി. സ്വയംഭൂമനുവിൻ്റെ പുത്രന്മാരാണ് പ്രിയവ്രതനും ഉത്താനപാദനും. ഈ ഉത്താനപാദൻ്റെ പുത്രനാണ് ധ്രുവൻ. ആ കഥയൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു ധ്രുവചരിതത്തിൽ. അവിടെ പ്രിയവ്രതൻ എന്ന പുത്രനെ പറ്റി പറഞ്ഞു. പ്രിയവ്രതന് രാജ്യഭരണത്തിലോ ഒന്നും തന്നെ താല്പര്യം കാണിക്കാഞ്ഞതുകൊണ്ടാണ് ഉത്താനപാദൻ രാജ്യഭാരം ഏറ്റെടുത്തത് എന്നും അങ്ങനെ ഉത്താനപാദനു ജനിച്ച പുത്രനാണ് ധ്രുവൻ എന്നുമൊക്കെ നമ്മൾ ഭാഗവതത്തിൽ വളരെ വിശദമായി പറഞ്ഞു. ഈ പ്രിയവ്രതൻ, അതായത് സ്വയംഭൂമനുവിൻ്റെ പുത്രനായ പ്രിയവ്രതൻ മാലിനി എന്ന ഒരു യുവതിയെയാണ് വിവാഹം കഴിച്ചത്. ഈ മാലിനിക്കും പ്രിയവ്രതനും കുഞ്ഞുങ്ങളില്ലായിരുന്നു. വളരെ കാലം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച ഇവര് കശ്യപ പ്രജാപതിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് പ്രിയവ്രതനും മാലിനിക്കും ഒരു പുത്രൻ ജനിക്കുകയും ചെയ്യുന്നു. അതിസുന്ദരനായ പുത്രനായിരുന്നു, തേജസ്വിയായ പുത്രനായിരുന്നു. പക്ഷേ ജനിച്ചപ്പോൾ തന്നെ ഈ കുഞ്ഞിന് ജീവനില്ല. അങ്ങനെ ഒരു കുഞ്ഞാണ് ജനിച്ചത്. പ്രിയവ്രതനും മാലിനിക്കും വലിയ സങ്കടമായി. കാരണം വളരെ കാലം കുഞ്ഞുങ്ങളില്ല, അവസാനം യാഗം നടത്തി കിട്ടിയ കുട്ടിയാണ്, ജീവനുമില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രിയവ്രതൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുന്നു. ശ്മശാനത്തിലെത്തിയ പ്രിയവ്രതൻ ഒരു കാഴ്ച കാണുകയാണ്. ആകാശത്തിൽ ഒരു ദിവ്യമായ രഥം പ്രത്യക്ഷപ്പെടുകയും ആ രഥത്തിൽ ഒരു ദിവ്യ സ്ത്രീ ഇരിക്കുകയും ചെയ്യുന്നു. പ്രിയവ്രതന് അത്ഭുതമായി. ആ രഥം താഴേക്ക് വന്നു. ആ രഥത്തിൽ നിന്നും ആ സ്ത്രീ ഇറങ്ങി വന്നു. പ്രിയവ്രതൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്, എന്തിനാണ് ഈ ശ്മശാനത്തിൽ വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ഭഗവതി, ഈ ദിവ്യമായ സ്ത്രീ പറയുകയാണ്, ഞാൻ ഷഷ്ഠി ദേവിയാണ്, എൻ്റെ പേര് ദേവസേന എന്നാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നു, അതിന് കാരണം നിങ്ങളുടെ കർമ്മഫലമാണ് എന്ന് ഷഷ്ഠി ദേവി എന്ന ദേവസേന പറയുകയാണ്. ഉടൻ തന്നെ പ്രിയവ്രതൻ കരഞ്ഞുകൊണ്ട് ഈ ദേവിയോട് അപേക്ഷിക്കുകയാണ്, അവിടുന്ന് കരുണാമയയാണല്ലോ, എങ്ങനെയെങ്കിലും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുഞ്ഞിന് ജീവൻ നൽകണം, എനിക്ക് മറ്റൊരു കുഞ്ഞില്ല, ഇതെൻ്റെ ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നു. ഈ കുഞ്ഞില്ലെങ്കിൽ ഞാനും ഈ കുഞ്ഞിൻ്റെ കൂടെ മരണപ്പെട്ടു പോകും എന്ന നിലയിലൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ഒരു തരത്തിലും ദേവി ജീവൻ കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. നിന്റെ കർമ്മഫലമാണ്, നീ ഇത് അനുഭവിച്ചേ മതിയാകൂ എന്ന നിലയിലൊക്കെ പറയുന്നു. പക്ഷെ പ്രിയവ്രതൻ സമ്മതിക്കുന്നില്ല. കരഞ്ഞു കരഞ്ഞ് ഭഗവതിയുടെ കാല് പിടിക്കുന്ന ആ ഒരു അവസ്ഥ വരെ എത്തി. ദേവിക്ക് വളരെയധികം സങ്കടം തോന്നുകയും ഈ കുഞ്ഞിന് ജീവൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ദേവി എന്ത് ചെയ്തു, ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അങ്ങ് പോകാനായിട്ട് തുടങ്ങി. അതോടുകൂടി പ്രിയവ്രതൻ വീണ്ടും ഭഗവതിയുടെ കാലിൽ വീഴുകയാണ്. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം, ഈ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ മരണപ്പെടും എന്ന നിലയിലൊക്കെ കരഞ്ഞു പറഞ്ഞ് ഭഗവതിയെ സ്തുതിച്ചു. വീണ്ടും ഭഗവതിക്ക് സ്നേഹം തോന്നുകയും ദയ തോന്നുകയും ഈ കുഞ്ഞിനെ പ്രിയവ്രതന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, നീ നിന്റെ നാട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും എല്ലാ മാസത്തിലെയും 6-ാമത്തെ ദിവസം അത് ഷഷ്ഠിവ്രതമായി അനുഷ്ഠിക്കണമെന്നും എങ്ങനെ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കണമെന്നുള്ള വിധികളൊക്കെ പറഞ്ഞു കൊടുക്കുകയും മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീയും നിന്റെ രാജ്യത്തിലുള്ള എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കണമെന്നും ഈ വ്രതത്തിൻ്റെ പ്രാധാന്യം എല്ലാ ലോകങ്ങളിലും പ്രചരിപ്പിക്കണമെന്നും പറയുന്നു. അങ്ങനെ
പ്രിയവ്രതന് വളരെ സന്തോഷമായി. അദ്ദേഹം കുട്ടിയെയും കൊണ്ട് തിരിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് പോവുകയും ചെയ്തു. ഷഷ്ഠീദേവി ഈ കുഞ്ഞിന് സുവൃതൻ എന്ന നാമം നിർദ്ദേശിക്കുകയും അങ്ങനെ വിളിക്കണമെന്ന് പ്രിയവ്രതനോട് പറയുകയും ചെയ്തു. ഈ പുത്രൻ വളരെ തേജസ്വിയായിരിക്കുമെന്നും ഇദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അംശ അവതാരമാണ്, മഹാവിഷ്ണുവിൻ്റെ ഒരു അംശം തന്നെയാണ് എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ആലിൻ്റെ ചുവട്ടിലോ സാളഗ്രാമത്തിലോ എന്നെ ആവാഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ വിധികളും പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഷഷ്ഠീദേവി പ്രിയവ്രതനെ തിരിച്ച് രാജ്യത്തിലേക്ക് അയക്കുന്നത്. അതുപോലെ ഈ പ്രസവശേഷം 6-ാം ദിവസം ഷഷ്ഠീദേവിയെ പ്രാർത്ഥിക്കണമെന്നും 21-ാമത്തെ ദിവസം ഷഷ്ഠീദേവിയെ പ്രാർത്ഥിക്കണമെന്നുമൊക്കെ അങ്ങനെ കുറേ വിധികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം അനുസരിച്ച് ഈ പ്രിയവ്രതൻ കുഞ്ഞിനെയും കൊണ്ട് രാജ്യത്തിലേക്ക് പോവുകയും വളരെ സന്തോഷത്തോടു കൂടി ഷഷ്ഠി വ്രതത്തിൻ്റെ ആ ഒരു മഹത്വം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഷഷ്ഠീ ദേവിയെയാണ് സാക്ഷാൽ പരമേശ്വരിയായ ശ്രീ പാർവതീ ദേവി 6 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടു കൂടി പ്രാർത്ഥിച്ചത്. അതായത് സർവശക്തിയായ പരാശക്തി പോലും തൻ്റെ പുത്രന് വേണ്ടി പ്രാർത്ഥിച്ച ഭഗവതിയാണ് ഷഷ്ഠീദേവി. അപ്പം ഷഷ്ഠീദേവിയെയാണ് നമ്മൾ ഈ ഷഷ്ഠി ദിവസം പ്രാർത്ഥിക്കുന്നത്. ഷഷ്ഠീദേവി എന്ന് പറയുന്നത് ദേവസേനയാണ്. ദേവസേന എന്ന് പറയുന്നത് ആരാണ്? മുരുകദേവൻ്റെ പ്രിയ പത്നിയാണ്. അതുകൊണ്ടാണ് ഈ ഷഷ്ഠി ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആരിലേക്ക് എത്തുന്നത്? ഭഗവാന്റെ സ്ത്രീ രൂപമായ, സ്ത്രീ ശക്തിയായ ഭഗവാൻ തന്നെയായ ഷഷ്ഠീദേവിയിലേക്ക് എത്തുന്നത്. ആരാണ് ദേവസേന? ദേവസേനയെപ്പറ്റി സ്കന്ദപുരാണത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിൻ്റെ തൃക്കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ ആനന്ദ കണ്ണുനീർ തുള്ളികൾ സുന്ദരികളായ 2 പുത്രികളായി ഭവിച്ചു. അവരിൽ മൂത്തവളാണ് ആര്? അമൃതവല്ലി. ഇളയ പുത്രി സുന്ദരവല്ലി. അതിസുന്ദരിമാരായ 2 സഹോദരിമാരായിരുന്നു അമൃതവല്ലിയും സുന്ദരവല്ലിയും. ഇവർ ഒരു ദിവസം ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ കേശി എന്ന അസുരനെ കാണുകയും മൂത്തവളായ സുന്ദരവല്ലിയെ ഉപദ്രവിക്കാനായി കേശി ശ്രമിക്കുകയും ചെയ്തു. ഈ സമയത്ത് ദേവേന്ദ്രൻ അവിടെ എത്തുകയും കേശിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഈ 2 സുന്ദരി കുമാരിമാരെയും, അതായത് അമൃതവല്ലിയെയും സുന്ദരവല്ലിയെയും ദേവേന്ദ്രൻ കേശി എന്ന അസുരൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കുന്നു. ഈ സമയത്ത് അമൃതവല്ലി എന്ന ദേവസേന കേശിയോട് എതിർത്തു നിൽക്കുന്നുണ്ട്. ഇത് ദേവേന്ദ്രൻ കാണുന്നുണ്ട്. ദേവേന്ദ്രന് വലിയ സന്തോഷമായി. അങ്ങനെ ഈ കുമാരിമാർക്ക് എന്തു വരം വേണമെന്ന് ദേവേന്ദ്രൻ ചോദിക്കുന്നു. ഞങ്ങൾക്ക് കരുത്തനായ, എല്ലാവർക്കും പേടി തോന്നുന്ന ഒരു ഭർത്താവിനെയാണ് ആവശ്യം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ എന്ന് ദേവേന്ദ്രനോട് ഈ 2 സുന്ദരികളും ആവശ്യപ്പെടുന്നു. അതനുസരിച്ചിട്ടുള്ള ഒരു വരം ദേവേന്ദ്രൻ കൊടുക്കുന്നു. പിന്നീട് ഈ അമൃതവല്ലിയും സുന്ദരവല്ലിയും തപസ് ചെയ്യുകയാണ് അങ്ങനെ ഒരു ഭർത്താവിനെ ലഭിക്കുന്നതിനായിട്ട്. അവർ കുമാരദേവനെ തങ്ങൾക്ക് പതിയായി ലഭിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അങ്ങനെ തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് അവർ തപസ്സനുഷ്ഠിക്കുന്നു. ഹിമാലയ പർവ്വത താഴ്വരയിലെ ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ ശരവണ പൊയ്കാ തീരം അവർ തങ്ങളുടെ തപസ്സിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ പാവനവും നിർമ്മലവുമായ ശരവണ പൊയ്കയിലെ പുണ്യതീർത്ഥത്തിൽ നീരാടി ശരീരശുദ്ധിയും മനഃശുദ്ധിയും വളർത്തി അവർ തങ്ങളുടെ ഇഷ്ടകാര്യലബ്ധിക്കായിട്ട് തപസ്സാരംഭിച്ചു. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്കന്ദദേവന്റെ കാലടികളെ മാത്രം ധ്യാനിച്ചുകൊണ്ടാണ് ആ സഹോദരിമാർ കഠിനമായ തപസ് അനുഷ്ഠിച്ചത്. അങ്ങനെ വളരെ കാലം പിന്നിട്ടു.
ഏകാഗ്രചിത്തരായി അമൃതവല്ലിയും സുന്ദരവല്ലിയും രാവും പകലുമറിയാതെ സ്കന്ദദേവനെ കാന്തനായി പ്രാപിക്കുന്നതിന് വേണ്ടി തപസ്സനുഷ്ഠിച്ചു. അവസാനം അവരുടെ തപോനിഷ്ഠയിൽ സംപ്രീതനായ മുരുകദേവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അരുളി ചെയ്തു, സുന്ദരികളും യുവതികളുമായ നിങ്ങൾ എന്തു കാമിച്ചാണ് തപസ്സനുഷ്ഠിക്കുന്നത് എന്ന് ഒന്നും അറിയാത്തവനെ പോലെ മുരുകദേവൻ അവരോട് ചോദിച്ചു. ഒന്നും അറിയാത്തവനെ പോലെയുള്ള മുരുകദേവന്റെ ഇപ്രകാരമുള്ള ചോദ്യം കേട്ടപ്പോൾ യുവതികളായ അവർക്ക് നാണമാണ് തോന്നിയത്. എങ്കിലും ത്രികാലജ്ഞാനിയായ കുമാരദേവൻ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ തങ്ങളോട് എന്തിനാണ് തപസ്സനുഷ്ഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അമൃതവല്ലിയും സുന്ദരവല്ലിയും അവരുടെ ആഗ്രഹം ഉണർത്തിച്ചു. പക്ഷേ നാരായണ കുമാരിമാരെ കുമാരദേവൻ അപ്പോൾ പാണിഗ്രഹണം ചെയ്തില്ല. ശൂരപത്മാസുരൻ്റെ ശൂരപത്മാസുരനെ വധിച്ചതിനു ശേഷം ദേവിമാരെ പാണിഗ്രഹണം ചെയ്യണം എന്ന് കുമാരദേവൻ മനസ്സിൽ ഉറപ്പിക്കുകയും അമൃതവല്ലിയോട് ദേവേന്ദ്രപുത്രിയായി വളരുവാൻ ആവശ്യപ്പെടുകയും സുന്ദരവല്ലിയോട് ഭൂലോകത്തിൽ ശിവമുനിയുടെ പുത്രിയായി ജനിച്ച് വേടന്മാരാൽ വളർത്തപ്പെടുമാറാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഒരാൾക്ക് ദേവലോകവും മറ്റേയാൾക്ക് ഭൂലോകവുമാണ് ഭഗവാൻ നിശ്ചയിച്ചത്. ഒരാളോട് ഇന്ദ്രപുത്രിയായി വളരുവാനും മറ്റേയാളോട് കുറത്തിയായി ഭൂലോകത്തിൽ താമസിക്കുവാനും ഭഗവാൻ അരുളി ചെയ്യുന്നു. അപ്രകാരം അവർ വളർന്നു വരുമ്പോൾ യഥാകാലം വേദശാസ്ത്ര വിധിപ്രകാരം താൻ അവരെ പരിണയിക്കുന്നതാണ് എന്ന് ഭഗവാൻ അവരോട് അരുളി ചെയ്തു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ആ മഹാവിഷ്ണുപുത്രിമാർ ദേവതൃപ്പാദങ്ങൾ വന്ദിക്കുകയും സന്തുഷ്ടരായി യാത്ര തിരിക്കുകയും ചെയ്തു. ഒരാൾ, അതായത് അമൃതവല്ലി, മഹാമേരു പർവ്വതത്തിൽ തപസ്സനുഷ്ഠിച്ചു വന്ന ദേവേന്ദ്രൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും അവിടെ ദേവേന്ദ്രപുത്രിയായി വളരുകയും ചെയ്തു. അസുരന്മാരെ ഭയന്ന് മഹാമേരു പർവ്വതത്തിൽ ഒളിച്ചു താമസിച്ചിരുന്ന ഭയന്നു കഴിഞ്ഞിരുന്ന ദേവേന്ദ്രന് സുന്ദര സ്വരൂപിണിയായ ആ പിഞ്ചു ബാലിക വളരെയധികം ആശ്വാസമാണ് കൊടുത്തത്. ദേവേന്ദ്ര കൽപ്പന അനുസരിച്ച് ഐരാവതം ബാലികയെ തൻ്റെ കണ്ഠത്തിലിരുത്തി സത്യലോക തലസ്ഥാനമായ മനോവതി എന്ന നഗരത്തെ പ്രാപിക്കുകയും സേനയും രാജ്യവും നഷ്ടപ്പെട്ട് ദുഃഖിതനായി ജീവിച്ചിരുന്ന ഇന്ദ്രന് ആ ബാലികയെ ലഭിച്ചപ്പോൾ ഒരു സേനയെ ലഭിച്ചതുപോലെ ആശ്വാസം തോന്നുകയും ചെയ്തു എന്നാണ് സ്കന്ദപുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ബാലികയ്ക്ക് ദേവസേന എന്ന പേര് ലഭിച്ചു എന്നും സ്കന്ദപുരാണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുരുകൻ എന്ന് പറയുന്നത് ദേവസേനയുടെ അധിപതിയാണ്, ദേവസേന നായകനാണ്. ആ ദേവസേനയാണ് ഷഷ്ഠീദേവി എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് നാരായണൻ്റെ കണ്ണുനീരിൽ നിന്ന്, ആനന്ദ കണ്ണുനീരിൽ നിന്ന് ഉണ്ടായ രണ്ട് മഹാദേവിമാർ, അവരിൽ ഒരുവൾ ദേവസേനയായും മറ്റവൾ വള്ളി നായകിയായും പരിണമിച്ചു. ഇവർ രണ്ടുപേരും ഭഗവാന്റെ സ്ത്രീ രൂപങ്ങളാണ്, ഭഗവാന്റെ ശക്തികളാണ്, നാരായണ അംശമാണ്. ദേവസേനയായാലും വള്ളി നായകിയായാലും രണ്ടുപേരും നാരായണ പുത്രിമാരാണ്, മുരുകശക്തികളുമാണ്. ഈ ദേവസേനയാണ് ഷഷ്ഠീദേവി എന്ന് അറിയപ്പെടുന്നത്. മൂലപ്രകൃതിയായ ഭഗവതിയുടെ, പരമേശ്വരിയുടെ 1/6 ശക്തി കൊണ്ട് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതാണ് ഷഷ്ഠീദേവിയെ. ബ്രഹ്മദേവൻ്റെ മാനസപുത്രിയാണ്, നാരായണ പുത്രിമാരുമാണ് ദേവസേനയും വള്ളി നായകിയും. ഇത് വളരെ വിശദമായി സ്കന്ദപുരാണത്തിലും ദേവീ ഭാഗവതത്തിലുമൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ 6 ദിവസത്തെ വ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷഷ്ഠി വ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക്
ശ്രേഷ്ഠതയുണ്ടാകുമെന്നും അവർക്ക് ഐശ്വര്യമുണ്ടാകുമെന്നും പറയുന്നു. സാധാരണ എല്ലാവരും വ്രതമെടുക്കുന്നത് അവരവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഏകാദശി വ്രതം എടുക്കുന്നു, അവരവർക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആരാണോ വ്രതം എടുക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത്. ഞാൻ ആഹാരം കഴിച്ചാൽ എൻ്റെ വയറ് നിറയും, ഞാൻ നല്ല പ്രവൃത്തി ചെയ്താൽ എനിക്ക് അതിൻ്റെ ഫലം കിട്ടും. പക്ഷേ ഇവിടെ ഷഷ്ഠിവ്രതത്തിന് മാത്രം ഉള്ള ഒരു പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കും. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് എടുക്കാൻ സാധിക്കുന്ന വ്രതമാണ് ഷഷ്ഠിവ്രതം. പാർവതീദേവി പുത്രനായ കുമാരന് വേണ്ടി എടുത്ത വ്രതമാണ് ഷഷ്ഠീവ്രതം. ഷഷ്ഠീദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്. ഷഷ്ഠി ദിവസമാണ് ഭഗവാൻ ശൂരപത്മാസുരനെ വധിച്ച് അമ്മയ്ക്ക് ആശ്വാസം നൽകിയത്. അതുകൊണ്ടാണ് ഷഷ്ഠി ദിവസങ്ങളിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഈ സ്കന്ദഷഷ്ഠി നാളിലാണ് ശൂരപത്മാസുര വധം നടന്നത്. അതുകൊണ്ടാണ് ഈ ഷഷ്ഠിയെ മഹാസ്കന്ദഷഷ്ഠി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഷഷ്ഠീദേവിയുടെ കഥയും ദേവസേനയുടെ കഥയും വള്ളീനായകിയുടെ കഥയുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.